ഹലോ, എല്ലാവർക്കും ബീവീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലോർ മാറ്റാണ്. അങ്ങനെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന്, വേസ്റ്റ് തുണിയിൽ നിന്ന് അങ്ങനെ നല്ലൊരു മനോഹരമായ ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 പഴയ നൈറ്റികളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം പഴയ നൈറ്റിയിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള കുറച്ച് സ്ക്വയർ തുണികൾ മുറിച്ചെടുക്കണം. സ്ക്വയർ ഷേപ്പിലുള്ള കുറച്ച് പീസസ് ഓഫ് തുണികൾ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള കഷ്ണം തുണികളാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഞാൻ 2 നൈറ്റിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള തുണികളാണിത്. ഇങ്ങനെ 2 സെറ്റ് തുണികൾ എൻ്റെ കയ്യിലുണ്ട്. 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമാണ് ഇതിനുള്ളത്. ഇതിനാദ്യമായിട്ട് നമുക്ക് ഈ ഫ്ലോർ മാറ്റിന് ഒരു ബേസ് പാർട്ട് ഉണ്ടാക്കണം. അപ്പോൾ ബേസ് പാർട്ടായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഴയ ജീൻസിൻ്റെ പീസാണ്. അപ്പം ജീൻസ് ആദ്യം അടിഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയാം. അടിഭാഗം നമുക്ക് ആവശ്യമില്ല, കട്ടിയുള്ള ഭാഗമാണ്. അത് ആദ്യം കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഡോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഷേപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് യൂസ് ചെയ്യാം. അതിന് നീളത്തിനനുസരിച്ച് ജീൻസിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുക, തുണി കട്ട് ചെയ്തെടുക്കുക. സൈഡൊക്കെ മുറിച്ച് മാറ്റി നല്ല വൃത്തിയിൽ വെക്കുക. ശേഷം ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പഴയ ഒരു ഡോർമാറ്റ് യൂസ് ചെയ്തിട്ട് വരഞ്ഞെടുക്കുക. തുണിയിൽ വരഞ്ഞെടുത്ത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. ശരിയായ രീതിയിൽ തന്നെ ഷേപ്പ് മാറിപ്പോവാതെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് നൈറ്റീൻ്റെ പീസ് ഓരോ ലെയറായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പം ആദ്യം 2 സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ തുണികൾ. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്ക്വയർ പീസ് എടുക്കുന്നു. ഇതേപോലെ ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ, ഡയഗണലിൽ കൂടെ മടക്കുക. ഇതേപോലെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കോണാക്കി മടക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നുകൂടി മടക്കിയെടുക്കുക. അങ്ങനെ 2 തവണ മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ മടക്കിയെടുക്കുന്നു. അതിനുശേഷം അത് വീണ്ടും മടക്കുന്നു, നടുവിലൂടെ വീണ്ടും മടക്കുക. എന്നിട്ട് പിന്നെ 2 സൈഡിൽ നിന്നും ഇതിൻ്റെ 2 എഡ്ജിൽ നിന്ന് ഉള്ളിലോട്ട് മടക്കിയെടുക്കുക. ഇതേപോലെ മടക്കിയെടുക്കുക. ഇങ്ങനെയുള്ള കുറച്ചധികം പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇതേപോലെയുള്ള കുറച്ച് പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം ഈ ബേസ് പാർട്ടിൽ ഇതെങ്ങനെ ഒരു പിൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇങ്ങനെ ഇതേപോലെ കുറേ അധികം പീസസ് ഇങ്ങനെ ക്രമമായി ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഒന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടി ഇതേപോലെയുള്ള 2 പീസിൻ്റെ ഇടയിലുമായിട്ട് വേണം അടുത്ത ലെയറിന് വേണ്ട ആദ്യ പീസ് വെക്കാൻ. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ച് പോവുക. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതേപോലെയുള്ള ഒരു ഫ്ലോർ മാറ്റ് കിട്ടും. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് സെൻറ്റർ പോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു പീസ് എടുത്ത് ഇതേപോലെ കോണോട് കോണാക്കി മടക്കിയെടുക്കുക. അതിനുശേഷം അതിനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെ 2 സെറ്റ് പീസാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തെ ഇതേപോലെയുള്ള ഒരു പീസ് ഉണ്ടാക്കുക, സ്റ്റിച്ച് ചെയ്യുക. അടുത്ത പീസ് അത് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഡോർമാറ്റിൻ്റെ സെൻറ്ററിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മനോഹരമായ ഒരു ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വീട്ടിൽ സ്വന്തമായി ചെയ്തതായതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.